അയം ഹി രോഹിണീപുത്രോ രമയൻ സുഹൃദോ ഗുണൈഃ ആഖ്യാസ്യതേ രാമ ഇതി ബലാധിക്യാത് ബലം വിദുഹു. ഈ ഉണ്ണി നല്ല വെളുത്തിരിക്കണു, മിട്ടുമിട്ടുക്കാൻ, എല്ലാവരെയും രമിപ്പിക്കുന്ന സ്വഭാവം ഈ ഉണ്ണിക്കുണ്ട്. അതുകൊണ്ട് രാമ ഇതി ആഖ്യാസ്യതേ, രാമൻ എന്ന് വിളിക്കപ്പെടും. പിന്നെയോ ബലാധിക്യാത് ബലം വിദുഹു, ഈ ഉണ്ണിയുടെ ബലം ഇപ്പം അങ്ങനെ ഇരിക്കണമെന്നിരിക്കണ്ട കേട്ടോ, കുറച്ചങ്ങോട്ട് വളർന്നു വലുതായി കഴിഞ്ഞാൽ മിട്ടുമിട്ടുക്കനാവും. അപ്പം ബലാധിക്യം കൊണ്ട് ബലൻ എന്നും അറിയപ്പെടും. പിന്നെ സംഘർഷണൻ എന്ന് പേരുണ്ടാവും. പിന്നെ അടുത്ത ഉണ്ണി, ഈ ഉണ്ണിക്ക് എന്താ ഇപ്പം പേരിടുക? ശിവേര് ഇപ്പം തന്നെ ഉള്ള ആളാ. ഇനിയിപ്പോൾ പുതിയ ചില പേരിട്ടിട്ടൊന്നും വേണ്ട. ഭഗവാന്റെ അനേകം നാമങ്ങൾ, രഹസ്യങ്ങളായിരിക്കുന്ന നാമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അനവധി നാമങ്ങൾ സ്വതവേ തന്നെ ഉള്ള ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ ആദ്യം ഒരു നാമകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു ചടങ്ങിന് ഒരു പേരിടണമല്ലോ. അതുകൊണ്ട് ഓരോരോ യുഗങ്ങളിൽ ഈ ഉണ്ണി ഓരോരോ വർണ്ണങ്ങളിലാണ് ആവിർഭൂതനായിരിക്കുന്നത്. ഇതാനീം ഇപ്പോഴോ കൃഷ്ണതാം ഗത, കൃഷ്ണനായി തീർന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ഈ പേരാണ് സുപ്രസിദ്ധമായി തീർന്നത് എന്നർത്ഥം. അറിവുള്ളവർ ഈ ഉണ്ണിയെ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞ സംപ്രചക്ഷത്തെ, അഭിജ്ഞരൊക്കെ ഈ ഉണ്ണിയെ വാസുദേവൻ എന്ന്. ഈ ഉണ്ണിയെ വെച്ചാൽ എങ്ങനെയുള്ള ഉണ്ണി? ശ്രീമാൻ, അതെന്ത് മാന? സൂപ്പർമാൻ എന്നൊക്കെ പറയണ പോലെ. അതും അങ്ങനെ ഒരു മാൻ തന്നെയാണ്. ശ്രീമാൻ എന്ന് പറഞ്ഞാൽ സകല ശ്രീയോടും കൂടിയവൻ, 6 വിധങ്ങളായിരിക്കുന്ന ഐശ്വരീയം, ശങ്കരാദീശ്വര വിനിയമനം, വിശ്വതേജോഹരാണാം തേജ സംഹാരി വീര്യം, വിമലമപി യശ നിസ്പൃഹൈശ്ച ഉപഗീതം, അംഗാസംഗ സദാശ്രീ അഖില വിദസി മക്വാപി തേ സംഗവാർത്താതൽ വാദാഗാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യ ആശ്രയോസി. അങ്ങ് ഞങ്ങൾക്ക് ആശ്രയം. എന്തുകൊണ്ട്? അങ്ങ് ഭഗവാനാ. ഈ വിധത്തിലുള്ള 6 വിധത്തിലുള്ള വൈഭവങ്ങളും ഉള്ളത് കൊണ്ടാണ് അങ്ങയെ ഭഗവാൻ എന്ന് വിളിക്കണത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആർക്കും അതിന് സംശയമില്ല. ആരെക്കുറിച്ചാണ് പറയണത്? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതിൽ വേറെ ഭഗവാന്മാർ പലരും ഉണ്ട്. എന്നാലും ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരെ ആരെയാ? ഗുരുവായൂരപ്പനെയാണ്. അങ്ങനെയുള്ള ഭഗവത് ശബ്ദ മുഖ്യനാണ് അങ്ങ്. ഭഗവത് ശബ്ദം കൊണ്ട് മുഖ്യമായും വിവക്ഷിക്കപ്പെടുന്നവേ അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറഞ്ഞുവല്ലോ. അപ്പോൾ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥം, എല്ലാ ഭഗങ്ങളോടും കൂടിയവൻ. അപ്പോൾ ശ്രീമാനായിരിക്കുന്ന ഈ ഉണ്ണി, ഭഗവാനായിരിക്കുന്ന ഈ ഉണ്ണി, ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് മുഖ്യമായി പ്രസ്താവിക്കപ്പെടുന്ന ഈ ഉണ്ണി വാസുദേവൻ എന്ന് അറിയുന്നവരാൽ വിളിക്കപ്പെടും. ഇപ്പം തന്നെ 3 പേര്. ഗർഗാചാര്യ പറഞ്ഞു ബഹൂനി സന്ധി നാമാനി രൂപാണി ച. ഈ ഉണ്ണിക്ക് അനവധി നാമങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. അതൊക്കെ ഗുണകർമാനുരൂപാണി, ഓരോരോ പ്രവൃത്തികൾ ചെയ്യണതിനനുസരിച്ചിട്ട് ഇങ്ങനെ വന്ന് പെട്ടുകൊണ്ടിരിക്കുന്നതാണ്, വന്ന് പെട്ടിട്ടുള്ളതാണ്, വന്ന് പെടാൻ പോണതാണ്. പിന്നെ ഒരു കാര്യം, ഈ ഉണ്ണി ഏഷ
വശ്രേയ ആധാസ്യത്, നിങ്ങളൊക്കെ ഭാവിയിൽ എല്ലാ ശ്രേയസ്സും വരുത്തും. കുട്ടികളല്ലേ കുറേശ്ശെ വികൃതിയൊക്കെ കാട്ടിയെന്ന് വരും, ചീത്തയൊന്നും പറയരുത് കേട്ടോ. കുട്ടികൾ വികൃതി കാട്ടാണിങ്ങനെ ഒരു മൂലയ്ക്കൽ ബൊമ്മ വെച്ചതുപോലെ ഇങ്ങനെ ഇരുന്നാൽ പിന്നെന്താ ഒരു രസമുള്ളത്? എന്നാൽ പിന്നെ അതിന് പകരം ഒരു ബൊമ്മ വെച്ചാൽ പോരെ. ഇപ്പോൾ ഒക്കെ ധാരാളം വഴിയിലും കൂടി വാങ്ങാൻ കിട്ടും. എന്താ? ടെഡി ബിയർ വാങ്ങി വെച്ചാൽ മതി. അങ്ങനെ ഒരു സാധന വേണ്ടത് വെച്ചാൽ അങ്ങനെയല്ല. കുട്ടികളാവുമ്പോൾ അങ്ങനെ ജഗജില്ലികളായിരിക്കട്ടെ, അങ്ങനെ വികൃതി കാണിച്ച് നടക്കണം. അങ്ങനെ വികൃതിയൊക്കെ ഈ ഉണ്ണി കാണിക്കും. ചീത്തയൊന്നും പറയരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാം. ഈ ഉണ്ണി ഗുണങ്ങളെ കൊണ്ട് നാരായണ സമ ഗുണൈ, ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ച് ഗർഗാചാര്യർ അവിടെ നിന്ന് അങ്ങോട്ട് ഗർഗേച സ്വഗൃഹം ഗതേ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. എന്ന് വെച്ചാലോ, ഗർഗനാകട്ടെ സ്വന്തം ഗൃഹത്തിലേക്ക് പോകവേന്ന അങ്ങടെ എത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുമ്പേ തന്നെ ഈ ഭഗവാൻ വികൃതികൾ കാട്ടാൻ തുടങ്ങിയെന്നാ. കാരണം ഗർഗാചാര്യര് അത് സതിസപ്തമി എന്നാണ് അങ്ങനത്തെ പ്രയോഗത്തിന് പറയുക. അതായത് നടന്നുകൊണ്ടിരിക്കുക, അദ്ദേഹം പോയും കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവിടെ വികൃതി കാട്ടാൻ തുടങ്ങിയത്. അദ്ദേഹം അങ്ങോട്ട് നീട്ടട്ട് വേണ്ടേ എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ ജാനുഭ്യാം സഹപാണിഭ്യാം ലിംഗമാണൗ വിജഹ്രതു, കൈകാലുകൾ മുട്ടുകുത്തിയും കൊണ്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഞാൻ എല്ലാ ദിക്കിലും ഈ ഭാഗം പറയണ സമയത്ത് പറയാറുള്ളൊരു സംഗതിയാണ്, ഈ മേൽപ്പത്തൂരിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകമായ പ്രയോഗം, ദൃശ്യപാദാബ്ജദേശൗ എന്നൊരു പ്രയോഗം. അത് വളരെ അദ്ദേഹം എങ്ങനെയത് ഓർത്തെഴുതിയത് എന്നുള്ളതാണ് അതിലൊരു അത്ഭുതം. കാരണം ഈ മുട്ടുകുത്തി നടക്കണ സമയത്ത് മാത്രമേ കുഞ്ഞു ഉണ്ണികളുടെ ആ പാദത്തിൻ്റെ ഉള്ളനടി കാണാൻ തരാവൂ. അല്ലാത്ത സമയത്ത് എപ്പോഴും അത് കാണാൻ തരാവില്ല അല്ലേ? അതാ നേരത്തെ ഓർമ്മ വരണ്ടേ. ഭഗവാന് സാന്ദീപനി ഭഗവാനും ആ സുദാമാവിനും ഒക്കെ അനുഗ്രഹിച്ചുല്ലോ, ഛന്ദാംസി അയാതയാമാനി ഭവൻ. ആ വേണ്ട സമയത്ത് തോന്നട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുരുത്തത്തിൻ്റെ ശക്തി. അല്ലാണ്ട് എന്താ പറയാനുള്ളത്? ആ ദൃശ്യപാദാബ്ജദേശവും ആ പാദാബ്ജദേശങ്ങൾ അങ്ങനെ നല്ലോണം അങ്ങനെ കാണിച്ചും കൊണ്ട് എന്താ ഗോകുലവാസികളുടെ ഒരു ഭാഗ്യം.